ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കുറച്ച് ദിവസം കാത്തിരിക്കണമല്ലോ എന്ന് പറഞ്ഞ് പലരും ഇത് ട്രൈ ചെയ്ത് കൂടെ നോക്കില്ല. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ ശരിയായ രീതിയിൽ യൂസ് ചെയ്താൽ 24 hours നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഇതിൽ മാജിക് ഒന്നുമില്ല, നമ്മുടെ ചിന്തകളുടെ ശക്തി തന്നെയാണ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പണക്കാരാവണം, ജയിക്കണം, അതുപോലെ നല്ല ലൈഫ് പാർട്ട്ണർ കിട്ടണം, നല്ലൊരു വീട് വെക്കണം, നല്ലൊരു ജോലി വേണം, ഇങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ട്. ഇതെല്ലാം എപ്പോൾ നടക്കും എന്ന് ഇങ്ങനെ ചിന്തിച്ച് എന്തിനു ഉറങ്ങാൻ പോകുമ്പോൾ പോലും ചിന്തിച്ച് നമ്മൾ കിടക്കും. ഇങ്ങനെ കാത്തിരുന്ന് കാലങ്ങൾ പോകുന്നു എന്ന് പറയുന്നത് മാത്രം മിച്ചം. എന്നാൽ അതിനെല്ലാം നമ്മൾ ഇന്നൊരു എൻഡിങ് വയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം 24 മണിക്കൂറിൽ സാധിക്കാൻ പോകുന്നു. അതിനെന്ന് പറഞ്ഞു ഒരു ദിവസത്തിൽ എനിക്ക് വീട് കെട്ടി തീർക്കണം, ഒരു ദിവസത്തിൽ 1 കോടി ഉണ്ടാക്കണം, ഇങ്ങനെയെല്ലാം അൺറിയലിസ്റ്റിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഗോൾ ഒരു ദിവസത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓരോ ഗോൾസും നേടിയെടുക്കാൻ പറ്റിയ ടൈം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് 1 കോടി രൂപ സമ്പാദിക്കണം, അങ്ങനെ ഒരു കോടീശ്വരനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ അതിന് എത്ര സമ്പാദിക്കണം, അങ്ങനെ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മുഖേന നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ലോങ് ടൈം ആയിട്ടുള്ള ഗോൾസിനെ നമ്മൾ പിരിച്ചെടുത്ത് സെറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മുഖേന അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അതിന് തടസ്സമായിട്ട് വരുന്ന പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മുഖേന പരിഹരിക്കാനും അങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെ ഗോൾ സെറ്റ് ചെയ്ത് നമ്മുടെ 1 കോടിയെ നമുക്ക് തൊടാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത ആ ഗോളിനെ നിങ്ങൾ റിയൽ ആയിട്ട് ഇപ്പോൾ നടക്കുന്നത് പോലെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഈ വിഷയത്തെ വിചാരിച്ച് നിങ്ങൾ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം ഈ യൂണിവേഴ്സ് തന്നെ 24 മണിക്കൂറിൽ നിങ്ങൾക്ക് കൊണ്ടുതരും. എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഒരു ലവർ ഉണ്ട്, ലവർ നിങ്ങളെ ലവ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ലോസ് ആവുമോ ഇല്ല സക്സസ് ആവുമോ എന്നുള്ള കൺഫ്യൂഷൻ, നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ കിട്ടുമോ കിട്ടില്ല എന്നുള്ള കൺഫ്യൂഷൻ, ഇങ്ങനെ നിങ്ങൾ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഏഞ്ചൽ നമ്പേഴ്സ്, ഈ ലോ ഓഫ് അട്രാക്ഷൻ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച്. അപ്പം പ്രപഞ്ചം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വഴിയാണ് ഏഞ്ചൽ നമ്പേഴ്സ്. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കും 111, 222, 999 ഇങ്ങനെ വരുന്നതാണ് ഏഞ്ചൽ നമ്പേഴ്സ്. അപ്പോൾ അതുവഴി നമ്മളോട് പ്രപഞ്ചം പല സയൻസും നമുക്ക് കൊണ്ട് കാണിച്ചു തരും. ഇതിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് 888 എന്ന് പറയുന്നത്. 888 എന്ന് പറയുന്നത് ഒരു ലക്കി നമ്പറാണ്. ഇത് വളർച്ചയുടെയും അബണ്ടൻസ്, മണി, വെൽത്ത് ആൻഡ് സക്സസ് എല്ലാം കുറിക്കുന്നതാണ് ഈ 888 എന്ന് പറയുന്നത്. ഈ 888 മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ 24 hours നടക്കുന്ന ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം ഗോൾ ആണെങ്കിൽ അതിനെ നിങ്ങൾ പിരിച്ചെടുത്ത് നിങ്ങൾക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ 2 lakhs ലാഭം മന്ത്ലി ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ ഒരു ദിവസം നിങ്ങൾ എത്ര രൂപ ലാഭം എടുക്കണമെന്ന് നിങ്ങളൊരു ഗോള് സെറ്റ് ചെയ്യണം. ഇപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മുഖേന പരിഹരിക്കാവുന്നതാണ്. ഇപ്പോൾ 24 hours എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഇപ്പം നല്ല വഴക്കുണ്ടായി ഇനി എങ്ങനെ മുഖത്ത് നോക്കും ഇനി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇനി നന്നായിട്ട് പഴയതുപോലെ ഒന്നാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ കൂടെ നിങ്ങൾക്കൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യാം. ഇനി മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഗോളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്നിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സ് വളരെ ശാന്തമാക്കിയിട്ട് മാത്രമേ മാനിഫെസ്റ്റ് ചെയ്താൽ വർക്ക് ആവുകയുള്ളൂ. സോ നിങ്ങളൊരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 5 times എങ്കിലും ചെയ്യുക. മസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ വർക്കാവൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ശാന്തമായതിനു ശേഷം നിങ്ങൾക്ക് എന്താണോ ഗോൾ ഉള്ളത് നിങ്ങളുടെ ആ ഗോളിനെ വിഷ്വലൈസ് ചെയ്യുക. പലരും പറയും ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കരുത് അങ്ങനെയൊക്കെ. എന്നാൽ സ്വപ്നം കാണുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ശക്തി കൂടും. നമ്മൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇമോഷൻസ് അവിടെ ക്രിയേറ്റ് ആവും. അതൊരു വൈബ്രേഷനായിട്ട് ഈ യൂണിവേഴ്സിൽ പോവുകയും അത് നമുക്ക് അട്രാക്റ്റ് ആയി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ തന്നെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് സ്വപ്നത്തിന് തന്നെ യാതൊരു ലിമിറ്റേഷൻസും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലവറിനെ കുറിച്ചാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും ഈ ഓസ്ട്രേലിയയിലൊക്കെ പോയി ഡുയറ്റ് പാടാം. ഇല്ല ഏതെങ്കിലും ഒരു ലക്ഷറി ഹോട്ടലിൽ പോയി നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇമാജിനേഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഗോൾ എന്താണോ അതിനെ വിഷ്വലൈസ് ചെയ്യുക. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യുക.
വിഷ്വലൈസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇമോഷൻസ് വരണം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണോ ഇമോഷൻസ് വരുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇമോഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്ത് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ പണത്തെക്കുറിച്ചാണ് വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണം ഇരിക്കുന്നു, അപ്പോൾ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യും? നിങ്ങൾക്ക് എത്ര ഹാപ്പി ആയിരിക്കും? അതുപോലെ നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ധാരാളം പണം വരുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യും, നിങ്ങളുടെ ആഗ്രഹം പിടിച്ചതെല്ലാം വാങ്ങും. അപ്പോൾ എന്തെല്ലാം നിങ്ങൾ വാങ്ങുന്നു, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളിലുണ്ടാകുന്ന ചേഞ്ചസ്, അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ്, ഇതെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 8 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ ഈ 888 മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് 888 എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 24 അവേഴ്സിന് നമ്മൾ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ 8 ആണ്. അതുകൊണ്ടാണ് ഈ 888 വെരി പവർഫുൾ എന്ന് പറയുന്നത്. ഈ മെത്തേഡ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്ത് സക്സസ് ആയതാണ്. എക്സാമ്പിൾ നമ്മുടെ വിരാട് കോഹ്ലി തന്നെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മുഖേന അദ്ദേഹത്തിന്റെ സക്സസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാറുണ്ടായിരുന്നു എന്നും, അതായത് അദ്ദേഹം ഗ്രൗണ്ടിൽ നിൽക്കുന്നതായിട്ടും അതുപോലെ ബോൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വരുമ്പോൾ സിക്സർ അടിക്കുന്നതും അതുപോലെ തന്നെ അപ്പോൾ ഓഡിയൻസ് എല്ലാം ഇങ്ങനെ വളരെ ആർപ്പ് വിളിക്കുന്നത്, ഇതെല്ലാം വിരാട് കോഹ്ലി പോലും ഈ ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിരുന്നു. അത്രയും നമ്മുടെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ചിന്തകൾക്ക് അത്രയും നമ്മുടെ ശക്തിയുണ്ട്. ആ ചിന്തകൾ വന്ന് നമുക്ക് വർക്ക് ആവുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടത്തിയിരിക്കും. എന്നിട്ട് നമ്മൾ അതിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ഗോളിനെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു 8 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങളിങ്ങനെ എണീറ്റ ഉടനെ ഒരു 8 മിനിറ്റ് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത 8 മണിക്ക് നിങ്ങൾ ഈ ഗോളിനെ, നിങ്ങൾ എന്താണോ വിഷ്വലൈസ് ചെയ്ത് ആ ഗോളിനെ ഒരു അഫർമേഷൻസ് പ്രസന്റ് ടെൻസിൽ പോസിറ്റീവ് വേർഡ്സ് മാത്രം യൂസ് ചെയ്ത് ഒരു അഫർമേഷൻസ് തയ്യാറാക്കുക. അപ്പോൾ അഫർമേഷൻസിന് അത്രയും പവർഫുള്ളാണ് അഫർമേഷൻസ്. അത് നമ്മൾ ഉറക്കെ പറയാം, അതും അല്ലെങ്കിൽ മനസ്സിൽ വെച്ചും പറയാം. ഏറ്റവും ബെറ്റർ ഉറക്കെ പറയുന്നതാണ്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു വൈബ്രേഷൻസ് ഇൻക്രീസ് ആവുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഫർമേഷൻസ് തയ്യാറാക്കുക. എന്നിട്ട് അതിനെ ഒരു 8 പ്രാവശ്യം പറയുക അല്ലെങ്കിൽ എഴുതുക. ഇപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ വാ തുറന്ന് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് മനസ്സിൽ വെച്ച് പറയാം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്താലും ഇവിടെ നിങ്ങൾ ഫീൽ ചെയ്ത് ഇമോഷൻസ് കൊടുത്ത് ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നമ്മുടെ മനസ്സും നമ്മുടെ ശബ്ദവും മുഖേന ഒരു വൈബ്രേഷൻ പ്രപഞ്ചത്തിൽ പോവുകയും അത് നമ്മിലേക്ക് അട്രാക്റ്റായി വരികയും ചെയ്യും. ഇതിൽ നിങ്ങൾക്ക് ഒരു ഗോളിനെ തന്നെ 8 അഫർമേഷൻസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതായത് ഇപ്പം നിങ്ങൾ ഒരു ലൈഫ് പാർട്ട്ണറെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടി, ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു, ഞാനും എൻ്റെ ലൈഫ് പാർട്ട്ണറും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉള്ളതിന് നന്ദി, ഞാൻ ആഗ്രഹിച്ച ലൈഫ് പാർട്ട്ണറിനെ കിട്ടിയതിന് നന്ദി, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ ലൈഫ് പാർട്ട്ണർ ചെയ്ത് തരുന്നതിന് നന്ദി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഗോളിനെ തന്നെ 8 അഫർമേഷൻസ് ഉണ്ടാക്കി നിങ്ങൾ 8 എണ്ണം എഴുതുക. അപ്പോൾ ഇത് ഏത് ഗോളാണോ അതിനനുസരിച്ച് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഒരു നെഗറ്റീവ് വേർഡും വരാൻ പാടില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ രാത്രി 8 മണിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ഗോളാണോ ചെയ്തത് അതിനെപ്പറ്റിയും നിങ്ങൾക്ക് നന്ദി പറഞ്ഞെഴുതാം. അല്ലെങ്കിൽ ഇന്ന് കിട്ടിയ ഒരു 8 കാര്യങ്ങൾക്ക് നന്ദി പറയുക. നമ്മളിങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ആവും. അപ്പോൾ ആ പോസിറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിൽ പല പോസിറ്റീവ് കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ പറയും എനിക്കിങ്ങനെ നന്ദി പറയേണ്ട ഒരു കാര്യവും വന്നില്ല, ഇല്ല, അങ്ങനെയെല്ലാം പറയരുത്. എല്ലാവർക്കും ലൈഫിൽ ഇതുവരെ നമ്മുടെ ലൈഫിൽ കിട്ടിയ പല കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് നന്ദി പറയാം. എന്തിന്? നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത്, നമുക്ക് കിട്ടുന്ന ഈ വെളിച്ചത്തിന് വരെ നന്ദി പറയാം. നമുക്ക് വീടുണ്ട്, നമുക്ക് ഫുഡുണ്ട്, നമുക്ക് ഡ്രസ്സുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദി പറയാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഒരു 8 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. ഇങ്ങനെ നമുക്ക് 888 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ലോങ് ടൈം ഗോളിനെയും ഇങ്ങനെ പിരിച്ച് ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് അട്രാക്റ്റ് ആവുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് വരികയും അങ്ങനെ നമ്മൾ ആ ലോങ് ടൈം ഗോളിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.